അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളിലെ പ്രമുഖരായ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു മഹാനവരുകൾ ഒരു ദിവസം മദീനയിൽ എത്തിയപ്പോൾ ബഹുമാനപ്പെട്ടവർക്ക് അള്ളാഹു നൽകിയ വലിയൊരു നിഅമത്തായിരുന്നു ഖദർ നബി അലൈഹിസ്സലാമിനെ കണ്ടുമുട്ടാനുള്ളൊരു അവസരം അള്ളാഹു നൽകി. അള്ളാഹു ചില മഹാന്മാർക്ക് ഖദർ നബി അലൈഹിസ്സലാമിനെ കണ്ടുമുട്ടാനും ഖദർ നബി അലൈഹിസ്സലാമിൽ നിന്ന് ചില ഉപദേശങ്ങൾ കേൾക്കാനൊക്കെ അവസരം നൽകിയ ധാരാളം ചരിത്രങ്ങൾ മഹാന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് കാണാം. ആ കൂട്ടത്തിൽ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനിക്കും ഖദർ നബി അലൈഹിസ്സലാമിനെ കണ്ടുമുട്ടിയപ്പോൾ വളരെ ഏറെ സന്തോഷിതരായി ബഹുമാനപ്പെട്ടവർ നല്ല സന്തോഷത്തോടുകൂടെ ബഹുമാനപ്പെട്ടവരോട് ദ്വാർപ്പിക്കുകയും ധാരാളം സംസാരങ്ങളൊക്കെ സംസാരിക്കുകയും അവസാനമായി ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഖദർ നബി അലൈഹിസ്സലാമിനോട് പറയുന്നു, ഔസീനി, എന്തെങ്കിലും എനിക്ക് നല്ലൊരു ഉപദേശം എന്നും ഓർക്കാൻ വെക്കുന്ന, അതേ ഖദർ നബി അലൈഹിസ്സലാം എനിക്ക് പറഞ്ഞു തന്ന വസിയത്താണ്, ഉപദേശമാണെന്ന് എൻ്റെ ജീവിതം മുഴുവനും ഓർക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഉപദേശം അവിടുന്ന് പറഞ്ഞു തരുമോ എന്ന് ബഹുമാനപ്പെട്ട ഖദർ നബി അലൈഹിസ്സലാമിനോട് ബഹുമാനപ്പെട്ടവർ ചോദിച്ചപ്പോൾ അവിടെ നിന്ന് ഖദർ നബി അലൈഹിസ്സലാം ബഹുമാനപ്പെട്ടവർക്ക് ഒരു നല്ലൊരു ഉപദേശം ഒരു വാക്കിലൂടെ പറഞ്ഞു കൊടുക്കുകയാണ്. വളരെ ശ്രദ്ധേയമായ ഒരു വാക്കാണ്, ധാരാളം ചിന്തനീയമായ ഒരു വാക്കാണ്. ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഇയ്യാക യാ ഉമർ അൻ തകൂന വലിയല്ലാഹി തആല ഫിൽ അനാനിയതി വഅദുവൻ ലഹു ഫിസ്സിറി. അതായത്, ഓ ഉമരെ, നീ കാത്തുകൊള്ളണേ, ഓ ഉമരെ, നീ സൂക്ഷിക്കണേ, നിന്റെ പരസ്യ ജീവിതത്തിൽ നീ അള്ളാഹുവിൻ്റെ വലിയായി ജീവിക്കുകയും നിന്റെ രഹസ്യ ജീവിതത്തിൽ നീ അള്ളാഹുവിൻ്റെ ശത്രുവായി ജീവിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ വരുന്നതിനെ തൊട്ട് നീ സൂക്ഷിക്കണേ എന്ന് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനോട് ബഹുമാനപ്പെട്ട ഖദർ നബി അലൈഹിസ്സലാം ഒരു ഉപദേശം ഉപദേശിക്കുകയാണ്. ഇത് വളരെ ചിന്തനീയമായ വാക്കുകളാണ്. കാരണം പലപ്പോഴും നമ്മളും അങ്ങനെ തന്നെയാണ്. ആൾക്കാരെ മുമ്പിൽ നമ്മൾ കേമന്മാരാണ്, ആൾക്കാരെ മുമ്പിൽ നമ്മൾ നല്ലവണ്ണം ചമയുന്നവരാണ്. ഞാനൊരു ഇബാദത്തുകാരനെന്നും അതേ ഞാനൊരു ഖുർആൻ ഓത്തുകാരനാണെന്നും അങ്ങനെ എല്ലാവരും നാം പ്രശംസിക്കപ്പെടുകയാണ്, എല്ലാവരും നാം സ്തുതിക്കപ്പെടുകയാണ്. അയാളൊരു നല്ലൊരു മനുഷ്യനാണ്, അയാളൊരു നല്ല മനുഷ്യനാണെന്ന് എല്ലാവരും നമ്മളെക്കുറിച്ച് പറയുകയാണ്. അതേ സമയത്ത് നമ്മുടെ രഹസ്യ ജീവിതം ആരും അറിയുന്നില്ല. നമ്മളായി ജീവിക്കുന്നൊരു സമയത്ത് നാം അതൊക്കെയും മറന്നുപോകുന്നു. അള്ളാഹുവിന് വേണ്ടി ജീവിക്കുന്നില്ല, അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി ജീവിക്കുന്നില്ല, അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി നാം ജീവിക്കുന്നില്ല. അതാണ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞത്, നിങ്ങളുടെ പരസ്യ ജീവിതത്തിൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ വലിയാവുകയും അതേ നിങ്ങളുടെ രഹസ്യ ജീവിതത്തിൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ ശത്രുവാകുകയും ചെയ്താൽ അള്ളാഹു നിങ്ങളെ തൊട്ട് ദേഷ്യപ്പെടും. അങ്ങനെയല്ല ഒരു മനുഷ്യൻ ആകേണ്ടത്. വളരെ പ്രയാസമുള്ളത്, വളരെ ബുദ്ധിമുട്ടുള്ളത്, ആരും കാണുന്നില്ലാത്തൊരു ജീവിതത്തിൽ ആ സമയത്തിൽ അള്ളാഹുവിനെ ഓർക്കാനും അള്ളാഹിനെ ഭയപ്പെടാനും അള്ളാഹു പറഞ്ഞതുപോലെ സ്വീകരിക്കാനും അള്ളാഹു പറഞ്ഞത് മാത്രം കാണാനും അള്ളാഹു പറഞ്ഞത് മാത്രം ചിന്തിക്കാനും അള്ളാഹു പറഞ്ഞത് മാത്രം ചെയ്യാനും അത് അത്ര സുലഭമായ വിഷയമല്ല. അതേ സമയത്ത് ആൾക്കാർ കാണുമ്പോൾ രണ്ടാൾക്കാർ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ആ സമയത്ത് നമ്മുടെ നിസ്കാരത്തിനിക്ക് വളരെ ഗൗരവം വരുന്നുണ്ട്. നമ്മളെ നിസ്കാരം 2 റക്അത്ത് ഒന്നും കൂടി കൂടുകയാണ്, അതേ ഖുർആൻ ഒന്നും കൂടി ഉഷാറാവുകയാണ്. അത് എല്ലാവരെ കൊണ്ട് നടക്കും. അവിടെ ചിന്ത എന്താണ്? ആൾക്കാർ കാണുന്നുണ്ട്, റബ്ബ് എന്നല്ല ചിന്ത. പക്ഷെ നീ റബ്ബിന് വേണ്ടിയാണോ ഇബാദത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അതേ നിന്റെ രഹസ്യ ജീവിതത്തിൽ നീ അല്ലാഹുവിനെ ഭയപ്പെടുന്നവനാകണം എന്ന ആകത്തുകയാണ് ഈ ഉപദേശത്തിൽ നിന്ന് ബഹുമാനപ്പെട്ടവർ നമ്മെ
പഠിപ്പിച്ചിട്ടുള്ളത്, കൽപ്പിച്ചിട്ടുള്ളത് എന്ന് ഗൗരവത്തോടു കൂടെ നാം കാണണം. അതേ, ഒരിക്കലും പോലും നമ്മളെ പരസ്യ ജീവിതത്തിൽ നാം നല്ലവരായിട്ട് നമ്മുടെ രഹസ്യ ജീവിതത്തിൽ നാം അള്ളാഹുവിൻ്റെ ശത്രു ആവുന്നതിന് തൊട്ട് നാം കാക്കണം, നാം സൂക്ഷിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതം അവൻ നന്നാക്കി തരുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.